നമസ്കാരം. പൊതുവേദികളിലെ തന്റെ തനത് ശൈലി കൊണ്ടും വെട്ടിത്തുറന്നുള്ള സംസാരം കൊണ്ടും വാർത്തകളിൽ നിറയാറുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും ചർച്ചയാവുകയാണ്. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിലെത്തിയ മന്ത്രി ഔദ്യോഗിക വാഹനം എത്താൻ വൈകിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ശിവരാത്രി പ്രമാണിച്ച് നടന്ന മഹാപരിക്രമ യാത്രയിൽ പങ്കെടുത്ത ശേഷം വേഗത്തിൽ മടങ്ങാനായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തീരുമാനം. എന്നാൽ വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം നിശ്ചയിച്ച സമയത്ത് അദ്ദേഹത്തിന് അരികിലെത്തിയില്ല. തിരക്കേറിയ തൃശൂർ നഗരത്തിലെ ഗതാഗത കുരുക്കോ മറ്റ് സാങ്കേതിക കാരണങ്ങളോ മൂലം വാഹനം വൈകുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വാഹനം വരുന്നതുവരെ കാത്തുനിൽക്കാൻ തയ്യാറാകാതിരുന്ന മന്ത്രി തന്റെ പരിചിതമായ ശൈലിയിൽ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. യാതൊരു പ്രോട്ടോകോൾ മുൻഗണനകളും നോക്കാതെ അദ്ദേഹം നേരെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷ കൈകാട്ടി വിളിക്കുകയും ചെയ്തു. മന്ത്രിയുടെ ഈ അപ്രതീക്ഷിത നീക്കം കണ്ടുനിന്നവരെല്ലാം അമ്പരന്നു. സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു BJP നേതാവും അദ്ദേഹത്തോടൊപ്പം ഓട്ടോയുടെ പിൻസീറ്റിൽ കയറി. മന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഗൺമാൻ ഒട്ടും വൈകാതെ തന്നെ ഓട്ടോ ഡ്രൈവർക്കൊപ്പം മുൻസീറ്റിൽ ഇടം പിടിച്ചു. സ്വരാജ് റൗണ്ടിൽ നിന്നും അദ്ദേഹം താമസിക്കുന്ന രാമനിലയം ഗസ്റ്റ് ഹൌസ് വരെയായിരുന്നു ഈ VIP ഓട്ടോ സവാരി. ഈ സംഭവത്തിലെ കൗതുകകരമായ മറ്റൊരു വശം, മന്ത്രി ഓട്ടോയിൽ കയറി യാത്ര തുടങ്ങുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഔദ്യോഗിക വാഹനം സ്ഥലത്തെത്തി എന്നതാണ്. എങ്കിലും വന്ന വാഹനത്തിലേക്ക് മാറിക്കയറാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം താൻ വിളിച്ച ഓട്ടോറിക്ഷയിൽ തന്നെ യാത്ര തുടർന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പ്രകാരം ഓട്ടോയുടെ മുൻസീറ്റിൽ ഡ്രൈവർക്കൊപ്പം യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമായതിനാൽ ഗവൺമെന്റ് നടപടി ഇപ്പോൾ വലിയ ചർച്ചകൾക്കും നിയമപരമായ ചോദ്യങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കനത്ത സുരക്ഷാ പ്രോട്ടോകോളുകൾ നിലവിലുണ്ട്. എന്നാൽ ഔദ്യോഗിക വാഹനം വരുന്നതുവരെ കാത്തു നിൽക്കാതെ അദ്ദേഹം പെട്ടെന്നൊരു ഓട്ടോറിക്ഷയിൽ യാത്ര തിരിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ച നീക്കമായിരുന്നു. ഒരു VIP സഞ്ചരിക്കേണ്ട കൃത്യമായ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്നും തിരക്കേറിയ തൃശൂർ നഗരത്തിലൂടെ മതിയായ സുരക്ഷാ വലയമില്ലാതെ ഇത്തരത്തിൽ യാത്ര ചെയ്തത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണോ എന്നുമുള്ള ഗുരുതരമായ ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത്. സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ പരസ്യമായ സാധാരണ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്നതും വലിയ സംസാര വിഷയമായിട്ടുണ്ട്. ഓട്ടോറിക്ഷയുടെ പിന്നിലെ സീറ്റിൽ മന്ത്രിയും സഹയാത്രികരും ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗൺമാൻ ഡ്രൈവർക്കൊപ്പമാണ് മുൻസീറ്റിൽ ഇരുന്നത്. കേരളത്തിലെ മോട്ടോർ വാഹന നിയമപ്രകാരം ഓട്ടോറിക്ഷയുടെ മുൻസീറ്റിൽ ഡ്രൈവർക്കല്ലാതെ മറ്റൊരു യാത്രക്കാരൻ ഇരിക്കാൻ അനുവാദമില്ല. ഇത് ഡ്രൈവറുടെ കാഴ്ചയെ മറയ്ക്കാനും വാഹനത്തിന്റെ ബാലൻസ് തെറ്റിക്കാനും സാധ്യതയുള്ളതിനാലാണ് ഇത്തരമൊരു നിയമം നിലനിൽക്കുന്നത്. സാധാരണക്കാർ ഇത്തരം യാത്രകൾ നടത്തിയാൽ പിഴ ഈടാക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിലേക്കും എല്ലാവരും ഉറ്റുനോക്കുന്നു. അതേസമയം ഈ സംഭവത്തെ തികച്ചും ലളിതമായും പോസിറ്റീവായും കാണുന്നവരും കുറവല്ല. താനൊരു തൃശൂർക്കാരനാണെന്നും പദവികളുണ്ടെങ്കിലും തനിക്ക് നാട്ടിലെ സാധാരണ ഓട്ടോയിൽ കയറിപ്പോകാൻ യാതൊരു മടിയില്ല എന്നുമുള്ള സുരേഷ് ഗോപിയുടെ മനോഭാവത്തെ അദ്ദേഹത്തിന്റെ ആരാധകർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക വാഹനം വൈകിയപ്പോൾ സമയം കളയാതെ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ അദ്ദേഹം കാട്ടിയ പ്രായോഗിക ബുദ്ധിയാണിതെന്നാണ് അനുകൂലികളുടെ വാദം. ഏതായാലും ഈ സിനിമാ സ്റ്റൈൽ സവാരി സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്.